ചെറിയ യൂണിവേഴ്സിറ്റികളെന്ന് വിചാരിക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് തുടങ്ങുന്ന യൂണിവേഴ്സിറ്റികൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇഫ്ലു ഉണ്ട്. അങ്ങനത്തെ എല്ലാ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, കേരളത്തില് നമ്മുടെ കാസർഗോഡ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇവിടേക്കൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്നത് ജനറലി സിവിൽ സർവീസ് ഒക്കെ നോക്കുന്ന കുട്ടികൾ പോകുന്ന സെന്റ് സ്റ്റീഫൻസ് ഡൽഹി, ലേഡി ശ്രീറാം, മെരിൻഡ ഹൗസ്, അവിടേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് ഈ CUT ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കൾച്ചർ ഡിഫറെന്റ് ആയിട്ട് മാറുന്നു, അവരുടെ തോട്ട് പ്രോസസ് മാറുന്നു. അപ്പൊ വലിയ വലിയ ചിന്തകളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണം. സാറ് നമ്മളൊരു കുട്ടി ഇപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞ ശ്രീനഗർ NIT-ലാണ്. അതെ, ശ്രീനഗർ NIT-ൽ ഒരു പെൺകുട്ടി മെക്കാനിക്കലാണ്. അത് മാത്രമല്ല അവള് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ദാലിലേക്ക് ഞങ്ങളെ മുന്നിലാണ്. ഞാൻ -ഡിഗ്രിയിലാണ് എന്റെ മാസ്റ്റർ. പരീക്ഷ വന്നതോടുകൂടി ഇഷ്ടമുള്ളത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാതെ ഒരു പ്രൊഫഷണൽ കോഴ്സിനോ അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലോ പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും അത് ശരിക്കും കുട്ടികൾ റിയലൈസ് ചെയ്യണം. പലപ്പോഴും കുട്ടികൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ +2 എക്സാമിനേഷൻ കഴിയുന്നു, ബോർഡ് എക്സാമിനേഷന്റെ റിസൾട്ട് വരുന്നു. ഈ റിസൾട്ട് വന്നിട്ടാണ് അവർ ആലോചിക്കുക. അപ്പൊ തന്നെ എല്ലാ അപ്ലിക്കേഷൻസും കഴിഞ്ഞു. SK സാർ CUT എക്സാമിന് കോൾ ഫോർ വന്നിട്ടുണ്ട്. അപ്പൊ സാറ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം പലപ്പോഴും ഫസ്റ്റ് ഇയറിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ കൂടെ കുട്ടികളുണ്ടാവും. അവരാകെ വിഷമത്തിലാണ്. അവർ ഏത് കോളേജിൽ പോകണം, ഏത് കോളേജിൽ പഠിക്കുന്ന ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. അവർക്ക് ഒരു ബെസ്റ്റ് എക്സാമാണ് CUT എക്സാം. അതിന് സമയമുണ്ട് എക്സാമിന്. സാർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾ പറഞ്ഞത് അടിപൊളിയായിട്ട്. സാർ, ഈ CUT എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണത്. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ NTA-യുടെ നീറ്റ് പോലെ തന്നെ മറ്റൊരു പരീക്ഷ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് ഡിഗ്രിക്ക് പോവാൻ ഒരു കോമൺ എക്സാമിനേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാന്റെ ഭാഗമായിട്ടാണ്. കാരണം ഇന്ത്യയിലെ കുട്ടികൾ പല കോളേജിലും പല യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടുണ്ടാവും. പല രൂപത്തിലായിരിക്കും അവരുടെ ഈ വാല്യുവേഷൻ ഒക്കെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒന്നിച്ചുള്ള യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളിൽ ഈ മാർക്ക് ഡിഫറൻസ് വരുന്ന കുട്ടികൾ വരുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ എക്സാമിനേഷൻ നടത്തി. ശരിക്കും പറയുക ഈ എൻട്രൻസ് ടെസ്റ്റ് കൊണ്ട് ഒരു കോളേജിലും അഡ്മിഷൻ കൊടുക്കുന്ന ടെസ്റ്റ് അല്ല ഇത്. ഈ ടെസ്റ്റ് എന്തിനുള്ളതെന്നറിയോ? ഇതൊരു ടെസ്റ്റ് നടത്തുന്നു, നമുക്ക് റിസൾട്ട് വരുന്നു. സാറ് പറഞ്ഞല്ലോ ഡിഗ്രി എന്ന് പറഞ്ഞല്ലോ, ഈ ഡിഗ്രി എന്ന് പറഞ്ഞാല് സാധാ ഡിഗ്രിയാണോ പ്രൊഫഷണൽ ഡിഗ്രിയാണോ അല്ലെങ്കിൽ കൂടി ഉണ്ടോ? രണ്ടുണ്ട്. അതായത് ഇതില് പ്രൊഫഷണൽ ഡിഗ്രി, അതായത് സാധാരണ നമ്മളെ BA BSc അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്, കൂടെ BTech ഉണ്ട്. 86ഓളം കോളേജുകൾ BTech അഡ്മിഷൻ എടുക്കുന്നത് ഈ CUT എന്നാണ്. ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ICAR എക്സാമിനേഷൻ ഉണ്ടല്ലോ, അഗ്രികൾച്ചർ എക്സാമിനേഷൻ. അഗ്രികൾച്ചറിന്റെ BSc അഗ്രികൾച്ചർ എക്സാമിനേഷൻ ഇപ്പോ ഈ നമ്മളെ ലാസ്റ്റ് ഇയർ എടുത്തിട്ടുണ്ട്. സെൻട്രൽ പൂൾ ഉണ്ടല്ലോ, അതിലേക്ക് എടുക്കുന്നത് ഈ പരീക്ഷയുടെ ബേസ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ താല്പര്യം കാണിക്കുന്ന കുട്ടികൾ ഈ പരീക്ഷ നിർബന്ധമായി എഴുതിയേ പറ്റും. ലാസ്റ്റ് ഇയറിൽ അഗ്രികൾച്ചറിൽ കുറെ കുട്ടികൾ അങ്ങനെ CUT വഴി കയറിയിട്ടുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗിന് കയറിപ്പോയ കുട്ടികളുണ്ട്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ പാറ്റേൺ. എങ്ങനെയാണെന്നറിയോ? ഇത് 3 പരീക്ഷകളാണ്, 3 കാറ്റഗറി എന്ന് പറയാം. ഒന്ന് ലാംഗ്വേജ്, മറ്റൊന്ന് ഡൊമൈൻ സബ്ജക്ട്, മൂന്നാമത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ 3 പരീക്ഷകളായിട്ടാണ് നടക്കുക. ഇതില് നമ്മൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം. 3 പരീക്ഷകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് എക്സാംസ് ആണോ അല്ലെങ്കിൽ ഒരു എക്സാമിൽ തന്നെ ഡിഫറെന്റ് പാറ്റേൺ ആണോ? അല്ല, ഈ പരീക്ഷ തുടങ്ങുന്നത് ഒരു ഏകദേശം 15ഓളം ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷകളാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പരീക്ഷകളാണ്. ഈ പരീക്ഷ പ്രത്യേകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ലാംഗ്വേജ്, ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. നോക്കത്തിൽ 5 എക്സാംസ് നമുക്ക് എഴുതാം, മാക്സിമം 5 എഴുതാൻ പറ്റും. 5 എണ്ണം ചൂസ് ചെയ്യാം. അതിൽ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിക്ക് എന്താണോ വേണ്ടത്, നമ്മൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ വേണ്ടത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ഏത് പരീക്ഷ എഴുതണം. സാറ് പറഞ്ഞു വരുന്നത് അതായത് ഒരു കുട്ടി ആദ്യം ഏത് കോഴ്സിന് പോകണമെന്ന് ഡിസൈഡ് ചെയ്യണം, എന്നിട്ട് അതിനെ ബേസ് കൊണ്ട് അല്ലെങ്കിൽ അബദ്ധം പറ്റും. അത് മാത്രം പോരാ, ഏത് കോഴ്സിന് പോകണമെന്ന് ഡിസൈഡ് ചെയ്യണം, അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് പോകേണ്ടത് എന്നുള്ളതും കൂടി തീരുമാനിക്കണം. ആ യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അതും കൂടി പഠിച്ചതിന് ശേഷം വേണം. അതായത് ഇതിന്റെ പ്രോസ്പെക്ടസിനുണ്ട് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ അവർ കൃത്യ ആവശ്യം പറയും. അതായത് ഞങ്ങൾക്ക് ഈ കോഴ്സിന് ഇന്ന പരീക്ഷകൾ, അതായത് ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും. ചില ആൾക്കാർ നമ്മൾ തീരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്ത് ചെയ്യുന്ന ഈ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പരീക്ഷകൾ എഴുതാൻ പറ്റും മാക്സിമം. ഇതിന്റെ പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയോ? ഓരോ ടെസ്റ്റും 60 മിനിറ്റിന്റെ 50 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. റൈറ്റ് ആൻസറിന് 5 മാർക്ക്, റോങ് ആൻസറിന് -1.
5 മാർക്സ് അല്ലേ? 5 മാർക്സ് ആണ്. അത് ബാക്കിയുള്ള പരീക്ഷ പോലെയല്ല. കുട്ടികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണോ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാലം നമ്മള് എൻട്രൻസ് എക്സാം, നീറ്റ് ആയാലും JEE ആയാലും ഏത് എക്സാം ആയാലും 4 മാർക്സ് ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ 5 മാർക്സ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ എഴുതിക്കോട്ടെ എന്നുള്ള പ്ലാനിലായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു പരീക്ഷ നടത്തുന്നു. ഈ പരീക്ഷ നടത്തിയിട്ട് എല്ലാവർക്കും ഓരോ സ്കോർ കൊടുക്കുന്നു. ഈ സ്കോർ വെച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കയറി നോക്കും. ഇത് ചെറിയ യൂണിവേഴ്സിറ്റികളെന്ന് വിചാരിക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് തുടങ്ങുന്ന യൂണിവേഴ്സിറ്റികൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇഫ്ലു ഉണ്ട്. അങ്ങനത്തെ എല്ലാ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, കേരളത്തില് നമ്മുടെ കാസർഗോഡ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇവിടേക്കൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്നത്, ജനറലി സിവിൽ സർവീസ് ഒക്കെ നോക്കുന്ന കുട്ടികൾ പോകുന്ന സെന്റ് സ്റ്റീഫൻസ് ഡൽഹി, ലേഡി ശ്രീറാം, മെരിൻഡ ഹൗസ്, അവിടേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് ഈ CUT ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മൾക്കിപ്പോ BA ഹിസ്റ്ററി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ JNU ഉണ്ട് കേട്ടോ. JNU പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഡിഗ്രി കോഴ്സസ് കുറവാണ്, PG കോഴ്സാണ് കൂടുതൽ. തമാശ എന്ന് വെച്ചാൽ തമാശയല്ല, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ, വിശ്വഭാരതി പഠിക്കണം എന്ന് ഇരിക്കാം, ടാഗോറിന്റെ. അത് CUT വഴിയാണ് പറ്റുക. അല്ല, ഇതില് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് CUT തുടങ്ങിയിട്ടുള്ളൂ. ഇതിന് മുന്നേയൊക്കെ +2 മാർക്കിനെ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം വലിയ യൂണിവേഴ്സിറ്റീസിൽ ഇനി മുതൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ വളരെ 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 നിർബന്ധമാണ്. അതിലെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BA ഹിസ്റ്ററി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ BA എക്കണോമിക്സ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലത് കേരളത്തിന് വെളിയിലേക്ക് പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ പരിചയപ്പെടും, ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ഫോക്കസ് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം എന്നുള്ളത് കുറച്ചും കൂടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് സിവിൽ സർവീസിലേക്ക് പോവാം, മറ്റ് അങ്ങനെ ഉണ്ടല്ലോ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അവിടേക്കൊക്കെ പോകാവുന്ന രൂപത്തിൽ തൊട്ടടുത്തുള്ള കോളേജിൽ പോകാന്നുള്ളത് ഇനിയുള്ള ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പൊ നല്ലത് എന്താ വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് ചേരുകയാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. ഇതിലെ സാറേ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഫസ്റ്റ് ഇയറിലെ ഒരു പോർഷൻസും ഈ എക്സാമിനില്ല. ഇതിന് പലപ്പോഴും നമ്മുടെ ഈ സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര വിഷമമാണ്. ഫസ്റ്റ് ഇയറിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയി, ഇനി അത് ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ട, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഇപ്പൊ സെക്കൻഡ് ഇയർ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ എനിക്ക് കുട്ടിയോട് പറയാനുള്ളത്, നിങ്ങൾ CUTക്ക് പ്രിപ്പയർ ചെയ്തോ, നിങ്ങൾ 2 മാസം സമയം കിട്ടും പഠിക്കാൻ. മാർച്ചിൽ സ്കൂളെ പരീക്ഷ എഴുതാൻ, ഏപ്രിൽ ഫുൾ ടൈം ഉണ്ട്, മെയ് ലാസ്റ്റിലാണ് ഈ എക്സാം. മാത്രമല്ല നിങ്ങൾ +2 ബോർഡ് എക്സാമിന് എന്താണോ പഠിച്ചത് ആ സെയിം സിലബസ് ഒന്ന് ഒബ്ജക്റ്റീവില് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. 2 months കിട്ടും, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. സാർ, ഇത് മെയ് 13 മുതൽക്കാണ് ഈ പരീക്ഷ തുടങ്ങുന്നത്. മെയ് 31 വരെ ആണ് ഈ പരീക്ഷ നടക്കുക. അത് വേറെ വേറെ സെഷനാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, പെൻ ആൻഡ് പേപ്പർ അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. മെയ് 13 തുടങ്ങുന്നുണ്ട് അല്ലേ? ലാസ്റ്റ് ഇയറിലൊക്കെ മെയ് ലാസ്റ്റ് തുടങ്ങി. അതെ, ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആദ്യം ഇപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ആദ്യം ഏത് കോഴ്സ് പഠിക്കണമെന്ന് ആദ്യം തീരുമാനിക്കുക, ഏത് യൂണിവേഴ്സിറ്റി പോകണമെന്ന് ആദ്യം തീരുമാനിക്കുക, ആ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം അതിനനുസരിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ട നമ്മുടെ ചോയ്സസ് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഈ പരീക്ഷ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ നേരത്തെ ഈ GRE GMAT ഒക്കെ പറഞ്ഞ മാതിരി ഒരു സ്കോർ തരുന്നു. ആ സ്കോർ വെച്ചിട്ട് നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് യൂണിവേഴ്സിറ്റീസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, 5 എക്സാംസ് നമുക്ക് മാക്സിമം എഴുതാൻ പറ്റും. അതിലെങ്ങനെയാണ് ഫീസ് വരുന്നത്? 3 സബ്ജക്ട് വരെ 1000 രൂപയാണ് ഫീസ്. പിന്നെ നമ്മൾ എഴുതുന്ന ഓരോ സബ്ജക്റ്റുകൾക്കും നമ്മൾ 400 രൂപ അഡീഷണൽ ആയിട്ട് അടയ്ക്കണം. സാറേ, കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മളെ ഒരൊറ്റ കാര്യം സാർ, നമ്മളൊരു കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് ഇവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലാംഗ്വേജ് വേണ്ട എന്ന് തോന്നുന്നു നമുക്ക്, പക്ഷേ യൂണിവേഴ്സിറ്റികളൊക്കെ ലാംഗ്വേജ് സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് എക്കണോമിക്സ് പഠിക്കണം, ഞാൻ എടുത്തിരിക്കുന്നത് +2 സയൻസ് ആണ്, എക്കണോമിക്സ് പഠിക്കണം, അതിനൊരു കുഴപ്പമില്ല. എക്കണോമിക്സിൽ എന്ത് ചെയ്താൽ മതി, നന്നായിട്ട് ഞാൻ പറഞ്ഞ അവരെ യൂണിവേഴ്സിറ്റി. പക്ഷെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നുണ്ട്, ചില യൂണിവേഴ്സിറ്റികൾ എന്താ ആവശ്യപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് +2 +2 10ാം ക്ലാസ് കഴിഞ്ഞ 2 വർഷം എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്ക് ഫിസിക്സ് അല്ലെങ്കിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ആ യൂണിവേഴ്സിറ്റി ഫിസിക്സ് പഠിക്കണമെങ്കിൽ 12ാം ക്ലാസ്സിൽ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് പറയണേ ആ കുട്ടിക്ക് പറ്റില്ല. അപ്പൊ എപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ആ ക്രൈറ്റീരിയയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സാറേ, മാത്രമല്ല സാറേ, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി 2 വർഷം മുന്നേ നമ്മുടെ ഒരു കുട്ടിയോട് പോയിരുന്നു ശ്രമിച്ച് പഠിക്കാൻ, BSc കെമിസ്ട്രിയാണ് പോയത്. ആ കുട്ടി ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ വിളിച്ചിരുന്ന കുട്ടി. എന്നിട്ട് കുട്ടി പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഈവനിങ്ങിൽ ക്യാമ്പസ് കാണാൻ ഇറങ്ങും. പക്ഷെ എന്നിട്ട് പറയാണ്, ഈ ഒരാഴ്ച ഇറങ്ങിയിട്ടും നമുക്ക് 1/3 പോലും ക്യാമ്പസിന് കാണാൻ പറ്റില്ല. അത്രയും വലിയ ക്യാമ്പസിൽ ചെറിയ ഫീസിൽ പഠിക്കാൻ പറ്റും. മാത്രമല്ല സാർ, ഈ ഇന്ത്യക്ക് വെളിയിൽ ഈ ഹ്യൂമാനിറ്റീസർക്ക് നല്ല ചാൻസസ് ഉണ്ട്, അത് നമ്മൾക്ക് അറിയില്ല.
ഈ കുട്ടികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് അവിടുത്തെ ഈ പ്ലേസ്മെന്റ് സെന്റേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക് അപ്പൊ എന്താ വെച്ചാൽ കുട്ടികൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകാനൊക്കെ ഒരു സാധ്യത, ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടുകയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ല, സാധാരണ രീതിയിൽ നമ്മളെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഇപ്പോൾ BSc ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ കുട്ടികൾ ഉദ്ദേശിക്കുക ഹോം ടൗൺ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ ആ ഹോം ടൗൺ നിങ്ങൾ മാറി ചിന്തിക്കണം കുട്ടികളെ. ഒരു ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാവുള്ളൂ. കാരണം പല വലിയ വലിയ യൂണിവേഴ്സിറ്റീസിൽ വരുന്നു, പല സ്ഥലങ്ങളിലെ കുട്ടികൾ വരുന്നു, കൾച്ചർ ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നു, അവരുടെ തോട്ട് പ്രോസസ് മാറുന്നു. അപ്പൊ വലിയ വലിയ ചിന്തകളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണം. സാറ് നമ്മളൊരു കുട്ടി ഇപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞ ശ്രീനഗർ NIT-യിലാണ്. അതെ, ശ്രീനഗർ NIT-യിൽ ഒരു പെൺകുട്ടി മെക്കാനിക്കലാണ്. അത് മാത്രമല്ല അവള് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ദാലിലേക്ക് ഞങ്ങളെ മുന്നിലാണ്. ഞാൻ -, ഡിഗ്രിയിലാണ് എന്റെ മാസ്റ്റേഴ്സ് സെമസ്റ്റർ ഒക്കെ എത്ര ബുദ്ധിമുട്ട് ഇന്നാന്നല്ലേ ഇന്ന് കുട്ടികളൊക്കെ ഇന്ത്യ മുഴുവൻ അവർക്ക് ഒന്നിച്ച് കാണാൻ പറ്റും. മാത്രമല്ല എല്ലാം നല്ല കണക്ടിവിറ്റി ഉണ്ട്, പോയി വരാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. തമാശ എന്താ, ഈ കുട്ടി വിക്ടഡേക്ക് വരുമ്പോഴാണ് അത് ശ്രീനഗർ, ആ കുട്ടി NIT ആണെന്നു മെക്കാണ് നമുക്കറിയാം. പക്ഷെ ശ്രീനഗറിലാണ് അഡ്മിഷൻ എടുത്തത് നമ്മളെ വിക്ടഡിന്റെ അന്നാണ് നമുക്ക്. അത് ഇപ്പോഴത്തെ ജനറേഷൻ എവിടെ പോയി പഠിക്കാൻ തയ്യാറാണ് കുട്ടികൾ. എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത്രയും ക്യാമ്പസുകളുണ്ട്. ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പോകാൻ പറ്റുന്ന അത്രയും ക്യാമ്പസുകൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒരുപാട് എക്സാമിനേഷൻ എഴുതാനുണ്ട്. നമ്മൾ +2 കഴിഞ്ഞാൽ നിങ്ങൾ അടങ്ങിയിരിക്കരുത്, എനിക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ അല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പരീക്ഷ വന്നതോടുകൂടി ഇഷ്ടമുള്ളത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഇപ്പം നേരത്തെ നസീർ പറഞ്ഞ കാര്യം, പിന്നെ എന്താ എക്സ്പോഷർ കൂടും, നമ്മുടെ പിയർ ഗ്രൂപ്പ് മാറും, പിന്നെ എന്താ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരും. യാത്രയുള്ള കഴിവ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നല്ലേ. ഇത് ചെയ്യേണ്ടതെന്ന് അറിയൂ, CUT.nic.in, NTA.nic.in. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ CUT.NTA.nic.in എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറുക, വേഗം തന്നെ അപ്ലൈ ചെയ്യുക. നോക്കൂ, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമാവാം, മെഡിസിൻ ഇഷ്ടമാവാം, ഐസർ ആയിരിക്കാം, ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ CUT അപ്ലൈ ചെയ്തിടണം, നിർബന്ധമാണ്. കാരണം നമ്മൾക്ക് എപ്പോഴാണ് നമ്മളുടെ ഇഷ്ടങ്ങൾ മാറുക അല്ലെങ്കിൽ ചാൻസസ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ചോയ്സ് ഇല്ലാത്ത അവസ്ഥയായി പോകരുത്. നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും ഈ CUT എക്സാമിനേഷൻ എഴുതിയേ പറ്റൂ. പിന്നെ മെഡിസിൻ നോക്കുന്ന കുട്ടികളൊക്കെ ജനറലി എല്ലാവരും എഴുതും. കാരണം ഈ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമിനേഷൻ ഇതിനായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ കുട്ടികളൊക്കെ എഴുതുന്നുണ്ട്. അത് ഞങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം, അഗ്രികൾച്ചർ ഉദ്ദേശിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും CUT എഴുതിയേ പറ്റും. സാർ, അതുപോലെ ഡാറ്റാ സയൻസ്, BTech ഫുഡ് ടെക്നോളജി, ഇങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ട്. അപ്പൊ അത് സിവിൽ മെക്കാനിക്കലൊക്കെ എല്ലാം ഉണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് CUT എഴുതാം, തീർച്ചയായിട്ടും എഴുതാം. നമുക്ക് പറയാൻ പറ്റില്ല ഏത് കോളേജാണ് നല്ല കോളേജ്. അപ്പൊ സാറേ, എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് എന്തൊക്കെ എൻട്രൻസ് എക്സാം ആണ്? കേരള എഞ്ചിനീയറിംഗ്, കുസാറ്റ്, JEE എൻട്രൻസ് എക്സാം, ബിറ്റ്സ്, ഇങ്ങനെ പറയുമ്പോൾ എത്ര എക്സാം അല്ലേ, ഇഷ്ടംപോലെ എക്സാം. മാത്രമല്ല CUT-ല് 205 യൂണിവേഴ്സിറ്റികളാണ് വരുന്നതെന്നാ പറയണേ. അയ്യോ, അത് 250 ഈ വർഷം എന്ന് പറയുന്നു. 250 എന്ന് പറയുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റി ഒരു 10 കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോഴ്സുകൾ ആലോചിച്ച് നോക്കൂ. അതിനുള്ള എത്ര സീറ്റ്സ് പറയുമ്പോൾ ലക്ഷക്കണക്കിന് സീറ്റിലേക്കുള്ള അഡ്മിഷൻ ആണ്. അതായത് 25,000 കോഴ്സുകളും ഇൻറ്റു നമ്പർ ഓഫ് സീറ്റ്സ് അത്രത്തോളം വരും. ഇതിൽ എനിക്ക് കുട്ടികളോടും പാരന്റ്സിനും പറയാനുള്ളത്, +2 എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലുള്ള എൻട്രൻസ് എക്സാമിന് ഫോക്കസ് ചെയ്യും. കാരണം നമുക്ക് വളരെ ചെറിയ ഫീസിൽ വലിയ ക്യാമ്പസിൽ 5,000, 6,000 ഏക്കറൊക്കെയുള്ള അത്രയും വലിയ ക്യാമ്പസുകളിൽ നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അവിടെ എല്ലാ കുട്ടികളും മാർച്ചിലെ ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഇതുപോലുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. എത്ര എക്സാം സാർ? നമുക്ക് ജൂലൈ വരെ എക്സാം എഴുതാൻ പറ്റും. അതിൽ വേറൊരു സംഭവം കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാതെ ഒരു പ്രൊഫഷണൽ കോഴ്സിനോ അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലോ പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അപ്പോൾ ഉള്ളത്. അത് ശരിക്കും കുട്ടികൾ റിയലൈസ് ചെയ്യണം. പലപ്പോഴും കുട്ടികൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ +2 എക്സാമിനേഷൻ കഴിയുന്നു, ബോർഡ് എക്സാമിനേഷന്റെ റിസൾട്ട് വരുന്നു. ഈ റിസൾട്ട് വന്നിട്ടാണ് അവർ ആലോചിക്കുക. അപ്പൊ തന്നെ എല്ലാ അപ്ലിക്കേഷൻസും കഴിഞ്ഞു. അങ്ങനെ വരുമ്പോ പിന്നെ അവർ പ്ലാൻ ചെയ്യുന്ന ഒരു വർഷം കൂടി സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് നല്ലൊരു കാര്യം. എന്ന് വെച്ചാൽ അവർ നമ്മുടെ അടുത്ത് വരട്ടെ അല്ലേ. എന്ത് കാര്യമുണ്ട്, കരിയർ റിലേറ്റഡ് ആയിട്ട് എന്ത് സംശയം ഉണ്ട് വെച്ചാൽ നിങ്ങൾ എന്ത് വെച്ചാൽ റേസിലേക്ക് വന്നോളൂ. കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. നിങ്ങളെ ആറ്റിറ്റ്യൂഡ് നോക്കി നിങ്ങളെ പേഴ്സണലി ഇന്റർവ്യൂ ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റാരോടും പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരെ ഞങ്ങളോട് പറയാം. അപ്പൊ ചില കുട്ടികൾ വളരെ സ്വകാര്യമായിട്ട് ബോയ്സ് ഒക്കെ പറയും, ഞാൻ വളരെ ഹോംസിക്കാണ്, എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കണം സാർ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾക്ക് വരെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഇത്തരം ഡിസിഷൻ എടുക്കാൻ. അത് റേസിലെ കുട്ടികളാവണം നിർബന്ധമൊന്നുമില്ല. ഏത് കുട്ടി വരികയാണെങ്കിലും ടീച്ചേഴ്സ് നിലയ്ക്ക് ഞങ്ങൾ 4 പേരും കൃത്യമായി ഡയറക്റ്റ് ചെയ്ത് തരും. തീർച്ചയായിട്ടും. താങ്ക് യു. അത്രേ ഉള്ളൂ CUT-നെ പറ്റിയിട്ട്. അടുത്ത സീരീസ് ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നുണ്ട്. താങ്ക് യു.